നമസ്കാരം. PSC ആൻറ്റിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ ഡിസ്കഷനാണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം: നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി ലയന കരാർ തയ്യാറാക്കിയവർ ആരെല്ലാം? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി ലയന കരാർ തയ്യാറാക്കിയവർ ആരെല്ലാം? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ. അടുത്ത ചോദ്യം: ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും 2 സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും വിശദീകരിക്കുക. സംഗീത നാടക അക്കാദമി, സംഗീതം, നാടകം എന്നിവയുടെ പ്രോത്സാഹനം. സാഹിത്യ അക്കാദമി, ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാടക മേഖലകൾ സംഘടിപ്പിക്കൽ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. സർവകലാശാല വിദ്യാഭ്യാസം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസം. അടുത്തത് ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. അടുത്തത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 സെക്കൻഡറി വിദ്യാഭ്യാസം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസമാണ്. അടുത്ത ചോദ്യം: പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ചൈനീസ് പ്രധാനമന്ത്രി ആര്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ചൈനീസ് പ്രധാനമന്ത്രി ആര്? ചൗ എൻ ലായ്. ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ചൈനീസ് പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങൾ എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്ത്? പഞ്ചശീല തത്വങ്ങൾ എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്ത്? 1954 ചൈനയും ഇന്ത്യയും ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വം. ചൗ എൻ ലായ്, ജവഹർലാൽ നെഹ്റു ഇവരാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിലൊന്നാണ് ചേരിചേരായ്മ. മറ്റേതെങ്കിലും 4 എണ്ണം എഴുതുക. ആൻസർ നോക്കുക. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളുടെ പേരെഴുതുക. ഇന്ത്യൻ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളുടെ പേരെഴുതുക. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം: 1986 ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. ഈ പ്രസ്താവന സാധൂകരിക്കുക. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. അടുത്ത ചോദ്യം: ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ 2 ശുപാർശകൾ എഴുതുക. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ 2 ശുപാർശകൾ എഴുതുക. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക.
സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനും ശുപാർശകൾ സമർപ്പിക്കാനുമായി ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനുകളിൽ ഒന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. മറ്റ് 2 കമ്മീഷനുകളുടെ പേരെഴുതുക. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അടുത്ത ചോദ്യം, ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ ഇന്ത്യ അത്ഭുതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഈ പ്രസ്താവന സാധൂകരിക്കുക. ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ, IIT-കൾ, ബഹിരാകാശ ഗവേഷണം. ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ, IIT-കൾ, ബഹിരാകാശ ഗവേഷണം. അടുത്ത ചോദ്യം, ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ വിശദമാക്കുക. ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ വിശദമാക്കുക. ഉപഗ്രഹ വിക്ഷേപണം, മിസൈലുകൾ, ചന്ദ്രയാൻ, മംഗൾയാൻ. ഉപഗ്രഹ വിക്ഷേപണം, മിസൈലുകൾ, ചന്ദ്രയാൻ, മംഗൾയാൻ. അടുത്ത ചോദ്യം, ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യയിലെ 2 ഏജൻസികളുടെ പേരെഴുതുക. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യയിലെ 2 ഏജൻസികളുടെ പേരെഴുതുക. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചതെവിടെ? ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചതെവിടെ? ആൻസർ തുമ്പ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്ന വർഷം ഏത്? 1969. 1969 ISRO നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ശാസ്ത്രരംഗത്ത് ഹോമി ജഹാംഗീർ ബാബയുടെ പങ്ക് വ്യക്തമാക്കുക. ശാസ്ത്രരംഗത്ത് ഹോമി ജഹാംഗീർ ബാബയുടെ പങ്ക് വ്യക്തമാക്കുക. ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യയുടെ ആണവോർജ കമ്മീഷൻ ചെയർമാൻ. ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യയുടെ ആണവോർജ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ വിവരിക്കുക. സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ വിവരിക്കുക. മിശ്ര സമ്പദ് വ്യവസ്ഥ, ആസൂത്രണ കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ, വിദേശ പങ്കാളിത്തം, കാർഷിക മേഖലയുടെ വളർച്ച, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, വിവിധോദ്ദേശ പദ്ധതികൾ. ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഒന്നോടെ നോക്കുക, മിശ്ര സമ്പദ് വ്യവസ്ഥ, ആസൂത്രണ കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ, വിദേശ പങ്കാളിത്തം, കാർഷിക മേഖലയുടെ വളർച്ച, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, വിവിധോദ്ദേശ പദ്ധതികൾ. ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, 1990-കളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രകടമായ മാറ്റം എന്താണ്? 1990-കളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രകടമായ മാറ്റം എന്താണ്? പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ വഹിച്ച പങ്ക് എന്ത്? വൻകിട അണക്കെട്ടുകൾ കൃഷിക്ക് ജലം, വ്യവസായത്തിന് വൈദ്യുതോർജം, കാർഷിക വ്യവസായിക രംഗങ്ങൾ വികസിച്ചു. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളിലെ സഹായം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി ഉദാഹരണ സഹിതം ഈ പ്രസ്താവന സാധൂകരിക്കുക. ഭിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ,
റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അടുത്ത ചോദ്യം, 1947 സ്വാതന്ത്ര്യം നേടിയിട്ടും ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ വൈദേശിക ആധിപത്യം നിലനിന്നിരുന്നു. പിന്നീട് അവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. ഈ പ്രസ്താവന സാധൂകരിക്കുക. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നീ പ്രദേശങ്ങൾ ഫ്രാൻസിന്റെ നിയന്ത്രണത്തിൽ, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് നിയന്ത്രണത്തിൽ. ജനകീയ പ്രക്ഷോഭങ്ങൾ. 1954 ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യയോട് ചേർത്തു. 1961 പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ സൈനിക നടപടിയിലൂടെ ഇന്ത്യയിൽ ചേർത്തു. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി തയ്യാറാക്കിയ ലയന കരാറിന്റെ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറുക. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറുക. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ച മലയാളി ആര്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ച മലയാളി ആര്? VP മേനോൻ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം വിവരിക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം വിവരിക്കുക. ഒരു നാട്ടുരാജ്യത്ത് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ. 1920 നാഗ്പൂർ കോൺഗ്രസ് തീരുമാനപ്രകാരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ. ഭാഷാ സംസ്ഥാനങ്ങൾക്കായി ജനകീയ പ്രക്ഷോഭങ്ങൾ. പോട്ടി ശ്രീരാമലുവിൻ്റെ സത്യാഗ്രഹം, മരണം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രസിദ്ധരായ ചില വ്യക്തികളുടെ പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവർ വഹിച്ച പദവികൾ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഫസൽ അലി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ജവഹർലാൽ നെഹ്റു, ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഫസൽ അലി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ജവഹർലാൽ നെഹ്റു, ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. KM പണിക്കറായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന, KM പണിക്കറായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. അത് തെറ്റായ പ്രസ്താവനയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1950. 1950 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്? സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്?
സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന വെല്ലുവിളി സ്വതന്ത്ര ഇന്ത്യ പരിഹരിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന വെല്ലുവിളി സ്വതന്ത്ര ഇന്ത്യ പരിഹരിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുക. ഇന്ത്യയിൽ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600 നാട്ടുരാജ്യങ്ങൾ. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ബ്രിട്ടൻ അധികാരം നൽകി. സർദാർ വല്ലഭായ് പട്ടേൽ ചുമതല ഏറ്റെടുത്തു. VP മേനോനെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആക്കുന്നു. ലയന കരാർ തയ്യാറാക്കുന്നു. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറ്റിന്. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നീ നാട്ടുരാജ്യങ്ങൾ വിട്ടുനിന്നു. സൈനിക ഇടപെടലിലൂടെയും അനുരഞ്ജന ചർച്ചകളിലൂടെയും ഇവയെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സ്വതന്ത്ര സമ്പാദനം ഒരേ സമയം സന്തോഷത്തിനും ദുഃഖത്തിനും കാരണമായി. ഈ പ്രസ്താവന സാധൂകരിക്കുക. കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള മോചനം സന്തോഷം പകർന്നു. വിഭജനവും വർഗീയ കലാപവും അഭയാർത്ഥി പ്രവാഹവും ദുഃഖം സൃഷ്ടിച്ചു. കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള മോചനം സന്തോഷം പകർന്നു. വിഭജനവും വർഗീയ കലാപങ്ങളും അഭയാർത്ഥി പ്രവാഹവും ദുഃഖം സൃഷ്ടിച്ചു.